നമസ്കാരം. യുഎസിനെയും മുൻ പാകിസ്ഥാൻ ഭരണാധികാരികളെയും വിമർശിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. അഫ്ഗാനിസ്ഥാനുമായുള്ള തുറന്ന സംഘർഷങ്ങളിലേക്ക് പാകിസ്ഥാനെ കൊണ്ടെത്തിച്ച യുഎസ് സർക്കാരിന്റെ ഇടപെടലുകളെ വിമർശിച്ചാണ് പാക് പ്രതിരോധ മന്ത്രി രംഗത്ത് വന്നത്. യുഎസ് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ട പാകിസ്ഥാന്റെ മുൻ ഭരണാധികാരികളുടെ നിലപാടുകളെയും അവർ ഭീകരവാദ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടിനെയും ഖ്വാജ ആസിഫ് പാർലമെന്റിൽ തുറന്നെതിർത്തു. 1999 ശേഷം യുഎസുമായി പാക് സർക്കാർ നടത്തിയ സഹകരണം വിനാശകരമായിരുന്നു എന്നും കാര്യം കഴിഞ്ഞപ്പോൾ യുഎസ് ഞങ്ങളെ ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിഞ്ഞെന്നും ഖാജ പാകിസ്ഥാൻ പാർലമെന്റ് യോഗത്തിൽ തുറന്നടിച്ചു. 1999 ശേഷം പ്രത്യേകിച്ച് 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണങ്ങളെ തുടർന്ന് യുഎസുമായി വീണ്ടും സഖ്യം ചേർന്നത് പിന്നീട് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. പാകിസ്ഥാനോട് ഒരു ടോയ്ലറ്റ് പേപ്പറിനേക്കാൾ മോശമായാണ് യുഎസ് പെരുമാറിയത്. അഫ്ഗാനിസ്ഥാനെതിരായ യുദ്ധത്തിൽ സ്വന്തം ആവശ്യത്തിനായി യുഎസ് പാകിസ്ഥാനെ ഉപയോഗിക്കുകയും ആവശ്യം കഴിഞ്ഞപ്പോൾ നിഷ്കരുണം വലിച്ചെറിയുകയും ചെയ്തു, അദ്ദേഹം പറഞ്ഞു. ഭീകരവാദവുമായി രാജ്യത്തിനുള്ള ബന്ധം മറച്ചുവെച്ച് പാകിസ്ഥാന്റെ മുൻ ഭരണാധികാരികൾ നിരന്തരം തെറ്റുകൾ ആവർത്തിച്ചെന്നും പാക് പ്രതിരോധ മന്ത്രി തുറന്നടിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നടന്ന 2 യുദ്ധങ്ങളിലും പാകിസ്ഥാന് പങ്കുണ്ടായിരുന്നത് രാഷ്ട്രീയപരമായി തെറ്റായിരുന്നു. പാകിസ്ഥാനിൽ ഇന്ന് നിലനിൽക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ മുൻ ഭരണാധികാരികൾ ചെയ്ത തെറ്റുകളുടെ തിരിച്ചടികളാണെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. താലിബാനെതിരെ പാകിസ്ഥാനെ തിരിച്ച ശേഷം യുഎസ് പിന്മാറിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അടിക്കടി വർദ്ധിച്ചതായും ഖാജ ആസിഫ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതോടെ അതിർത്തിയിലെ ദീർഘകാല സംഘർഷം, ഭീകരവാദം, സാമ്പത്തിക പ്രയാസങ്ങൾ എന്നിവയാൽ രാജ്യം വലഞ്ഞെന്നും അദ്ദേഹം പാർലമെന്റിൽ വിശദീകരിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടുന്നത് മതപരമായ ബാധ്യത മൂലമാണെന്ന സർക്കാർ വിശദീകരണങ്ങളെയും ആസിഫ് തള്ളിക്കളഞ്ഞു. ജിഹാദിനെന്ന പേരിൽ പാകിസ്ഥാനികളെ അയച്ചത് പിന്നീട് ഭാവിയിൽ തെറ്റായ പ്രതീതി സൃഷ്ടിച്ചെന്നും രാജ്യത്തിന് കനത്ത നഷ്ടം വരുത്തിയെന്നും പാക് പ്രതിരോധ മന്ത്രി തുറന്നടിച്ചു. മുൻ സൈനിക മേധാവിമാരായിരുന്ന പർവേസ് മുഷറഫും സിയ ഉൾ ഹഖും അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിൽ പങ്കുചേർന്നത് ഇസ്ലാമിനെ സംരക്ഷിക്കാനായിരുന്നില്ല, പകരം ആഗോള ശക്തിയെ പ്രീതിപ്പെടുത്താനായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഈ സർക്കാർ പാകിസ്ഥാന്റെ മുൻകാല ചരിത്രത്തെ നിഷേധിക്കുന്നു, രാജ്യത്തിന് സംഭവിച്ച തെറ്റുകൾ അംഗീകരിക്കുന്നില്ല. ആ തെറ്റുകൾ തിരിച്ചറിയാനാകാത്ത തരത്തിലുള്ളതാണ്. മുൻകാല സ്വേച്ഛാധിപതികൾ ചെയ്ത തെറ്റുകളുടെ ഭാഗമായുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ രാജ്യം നേരിടുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ. പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടങ്ങൾ ഒരിക്കലും നികത്താനാവില്ല. ഈ യുദ്ധങ്ങളെ ന്യായീകരിക്കുന്നതിനായി പാകിസ്ഥാന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും പുനർനിർമ്മിക്കപ്പെട്ടു. രാജ്യത്തെന്നും നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രപരമായ മാറ്റങ്ങളിൽ അവ ഉൾച്ചേർന്നിട്ടുണ്ട്, പാക് പ്രതിരോധ മന്ത്രി വിമർശിച്ചു. എന്തായാലും പാകിസ്ഥാന്റെ ഉന്നത തലങ്ങളെയും ഇദ്ദേഹത്തിന്റെ ഒരു വാക്കുകളെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. മുൻ ഭരണാധികാരികൾക്കെതിരെ അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്.